നമസ്കാരം. ഇന്ന് രാവിലെ കപ്പയും എല്ലും കഴിക്കാനുള്ളൊരു പ്ലാനാണ്. അപ്പോൾ അതിൻ്റെ പരിപാടിയിലേക്ക് നീങ്ങാം. കപ്പ രാവിലെ തന്നെ റെഡിയാക്കിയിട്ടുണ്ട്. കപ്പ നല്ല കപ്പയാണ്, നല്ല സെറ്റായിട്ടുണ്ട്. ഇപ്രാവശ്യം മിക്സ് ചെയ്യുന്നില്ല, സാധാരണ മിക്സ് ചെയ്താണ് ഉണ്ടാക്കുന്നത്. ഇന്ന് കപ്പയും എല്ലും സെപ്പറേറ്റായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നു. അപ്പോൾ റെഡിയാക്കാനുള്ള എല്ലും അതുപോലെ കുറച്ച് ബീഫ്, അത് എല്ലില്ലാത്തത്, അത് രണ്ടും എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ തണുപ്പൊക്കെ മാറ്റി റെഡിയാക്കിയിട്ടുണ്ട്. ഇനി അത് നമുക്ക് പീസാക്കി നമുക്ക് കറി വെക്കാം. അപ്പോൾ നമുക്ക് കുക്കിംഗ് ആരംഭിക്കാം. ഇന്ന് സൺഫ്ലവർ ഓയിലാണ് ചെയ്യുന്നത്. വെളിച്ചെണ്ണ ചെയ്യണോ കുറച്ചുകൂടെ ടേസ്റ്റ് ആണ്. അപ്പോൾ നോക്കിയപ്പോൾ അധികം വെളിച്ചെണ്ണയില്ല, എന്നാൽ പിന്നെ സൺഫ്ലവറിലാക്കാമെന്ന് വെച്ചു. അപ്പോൾ ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ആദ്യം തേങ്ങാക്കൊത്തിട്ട് കൊടുക്കാം. അപ്പോൾ തേങ്ങ മൂത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പച്ചമുളകും മറ്റുള്ള കറിവേപ്പിലയും സവോളയൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് വഴണ്ട് വരാൻ വേണ്ടി നമ്മൾ ശകല ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിനിടയ്ക്ക് കുറച്ച് പെരുംജീരകവും ഏലക്കയും ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. മീറ്റ് മസാല ഇട്ടാൽ അപ്പോൾ ഇനി മെയിനായിട്ടുള്ള സാധനം ഇടുവാണ്. നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫും എല്ലും കൂടെ ഇട്ട് കൊടുക്കുവാണ്. കപ്പയും ബീഫും ഒക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടായിട്ടുണ്ട്. അത്യാവശ്യം ടേസ്റ്റ് ഉണ്ട്. ഞാൻ രുചിച്ച് നോക്കിയായിരുന്നു. ഇനി നമുക്കിത് കപ്പ കൂട്ടി കഴിച്ച് നോക്കാം. കുറച്ച് എടുത്ത് തന്നെ മേലേക്ക് ഒഴിക്കുക. ചാറോട് കൂട്ടി ഒഴിക്കും. ഓക്കെ, അത് ഇത് നോക്കട്ടെ. കപ്പയും ബീഫും കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആണല്ലോ. ഒരു തേങ്ങാക്കൊത്തും കിട്ടിയിട്ടുണ്ടിരിക്കട്ടെ. ടേസ്റ്റുണ്ട്. കപ്പയും ബീഫും പിന്നെ എപ്പോഴും ടേസ്റ്റ് ആണല്ലോ, നല്ല രുചിയുണ്ട്. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ഇതുപോലെ കപ്പയും ബീഫും ഒക്കെ ഉണ്ടാക്കി കഴിക്കാനായിട്ട് ട്രൈ ചെയ്യുക. ഉണ്ടാക്കി മേടിച്ചൊക്കെ കഴിച്ച് എൻജോയ് ചെയ്യുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.